ദുരന്തത്തിൽ വിറങ്ങലിച്ച വയനാടിനെ കൈപിടിച്ചുയർത്താൻ കോട്ടയത്ത് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അവശ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനൊപ്പം വയനാടിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കൂടി കരുത്തേക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് അക്ഷരനഗരി. അമ്മനഗര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രം വരുമാനത്തിൻ്റെ പങ്ക് സേവാഭാരതിക്ക് സമർപ്പിച്ചു. മേപ്പാടിയിലെ ദുരന്ത വാർത്ത അറിഞ്ഞയുടൻ ആരംഭിച്ചതാണ് സേവാഭാരതിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. അവശ്യ സാധനങ്ങൾ സ്വരൂപിക്കുന്നതിനു വേണ്ടി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. പാല, പെരുന്ന, പൊൻകുന്നം, ഏറ്റുമാനൂർ, കോട്ടയം, വൈക്കം, പൂഞ്ഞാർ എന്നിവിടങ്ങളിലാണ് കേന്ദ്രങ്ങൾ. പൊതുജനങ്ങളിൽ നിന്നും ശേഖരിച്ച അവശ്യ സാധനങ്ങൾ ഇതോടകം തന്നെ വയനാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. വയനാട്ടിലെ ദുരന്ത മേഖലകളിൽ സേവനം നടത്തുന്ന രക്ഷാപ്രവർത്തകർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ഉപകരണങ്ങളും കോട്ടയത്ത് നിന്ന് വയനാട്ടിലേക്ക് അയച്ചു. വയനാടിനൊരു കൈത്താങ് എന്ന നിലയിൽ കോട്ടയം ജില്ലയുടെ 8 കേന്ദ്രങ്ങളിലായി നമ്മൾ സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്ത് തല യൂണിറ്റുകളും ആ സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവർ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ സംഭരണ കേന്ദ്രത്തിലെത്തും. നാളെ അത് ഇവിടുന്ന് വയനാടിന് പുറപ്പെടും. ആദ്യഘട്ടത്തിൽ അടിയന്തര സാഹചര്യത്തെ തരണം ചെയ്യുന്നതിന് പ്രവർത്തകർക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടുന്നതിന് വേണ്ട ബൂട്ടുകൾ, മഴയാണ് ഇപ്പോഴും അവിടെ, അപ്പം മഴക്കോട്ടുകൾ, കയ്യുറകൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഓൾറെഡി അവിടെ വയനാട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. അവിടെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടി കോട്ടയം ജില്ലാ സംഘടനാ സെക്രട്ടറി ഇപ്പോൾ വയനാട്ടിൽ ഉണ്ട്. അമനകര ഉറുമ്പിക്കാവ് ഭദ്രകാളി ക്ഷേത്രം അധികൃതർ ക്ഷേത്ര വരുമാനത്തിന്റെ ഒരു പങ്ക് സേവാഭാരതിക്ക് സമർപ്പിച്ചു. ശ്രീഭദ്ര ഭക്തജന സമിതിക്ക് വേണ്ടി ക്ഷേത്ര മേൽശാന്തി PR രാമൻ നമ്പൂതിരി സേവാഭാരതി രാമപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MP ശ്രീനിവാസിന് 10,000 രൂപ നൽകി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിക്കാവിലെ അമ്മയുടെ പേരിൽ ഇവിടുത്തെ ആ വരുമാനത്തിൻ്റെ തുച്ഛമായ വരുമാനത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മൾ അവിടുത്തെ സേവനത്തിനായി സേവാഭാരതിയെ അത് ഏറ്റവും ഉത്തരവാദിത്വപരമായി ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ആ തുക സേവാഭാരതിയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിന് വലിയ വരുമാനമുള്ള സ്ഥലമല്ല എങ്കിൽ പോലും വരുമാനത്തിൽ നിന്നും ഒരു 10,000 രൂപ ഞങ്ങൾ ഇപ്പോൾ സേവാഭാരതിയെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ദുരന്തബാധിതരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള വസ്തുക്കൾ സമയാസമയം എത്തിച്ചു നൽകുന്നതിലാണ് ഇനി സേവാഭാരതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും നടക്കുന്നുണ്ട്. ജനം, കോട്ടയം.